പണ്ടൊക്കെ ഉറങ്ങുന്ന സമയത്ത് ഞാൻ എന്തോരം സ്വപ്നങ്ങൾ കണ്ടിരുന്നതാ. ഇപ്പോൾ ഒരു നല്ല സ്വപ്നം കണ്ടിട്ട് കാലം കുറയായി. ഇങ്ങനെ ഒരു അവസ്ഥ പലർക്കും ഉണ്ടാവാം. എന്നാൽ ശാസ്ത്രീയമായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് എല്ലാ മനുഷ്യരും എല്ലാ ദിവസവും സ്വപ്നങ്ങൾ കാണുന്നുണ്ടത്രേ. സ്വപ്നം ഓർമ്മിച്ചെടുക്കാൻ പറ്റാത്തതാണ് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമാകുന്നത്. ഉറക്കത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ്. ഈ ഒരു സമയത്താണ് മനുഷ്യർക്ക് ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നത്. ഈ ഒരു സമയത്ത് തന്നെയാണ് എല്ലാവരും ഈ കഥകൾ പോലുള്ള സ്വപ്നങ്ങളൊക്കെ കാണുന്നത്. പക്ഷെ ഏതെങ്കിലും തരത്തിൽ അത് നഷ്ടപ്പെടുകയാണെങ്കിൽ, ഉദാഹരണം തലച്ചോറിന് ക്ഷീണമൊക്കെ സംഭവിക്കുന്ന സമയത്ത് ഈ സ്വപ്നം ഓർമ്മിച്ചെടുക്കാതിരിക്കാൻ പറ്റാം. പക്ഷെ ഏതെങ്കിലും തരത്തിൽ ഈ സ്വപ്നം നഷ്ടപ്പെടുകയാണെങ്കിൽ, ഉദാഹരണം ഇപ്പോൾ തലച്ചോറിന് നല്ല ക്ഷീണമുള്ള സമയത്താണ് നമ്മൾ ഉറങ്ങുന്നതെങ്കിൽ ഈ സ്വപ്നം നമ്മൾ പെട്ടെന്ന് മറന്നു പോയേക്കാം. ഇനി ഇത് കൂടാതെ തന്നെ മാനസികാവസ്ഥയുടെ സ്വാധീനം ഇതിൽ വളരെ നിർണായകമാണ്. കാര്യം സ്ട്രെസ്, ഡിപ്രഷൻ, ആങ്സൈറ്റി ഇതൊക്കെ ഉള്ള സമയത്ത് ഉറക്കത്തിന്റെ ഗുണമേന്മ കുറയും. അപ്പോൾ ഈ ഒരു ഡീപ്പ് സ്ലീപ്പ് നമുക്ക് കിട്ടാതെ വരും. അതുകൊണ്ട് തന്നെ സ്വപ്നങ്ങൾ മറന്നു പോവാം, ഓർമ്മിക്കാതിരിക്കാനുള്ള സാഹചര്യമുണ്ട്. പിന്നെ ഉറക്കക്കുറവ്, മരുന്നുകൾ ഉപയോഗിക്കുന്നത്, ജോലി ഷിഫ്റ്റ്, രാത്രിയിലുള്ള മൊബൈൽ സ്ക്രീനിന്റെ ഉപയോഗം ഇതൊക്കെ ഈ സ്വപ്ന ഓർമ്മ കുറയ്ക്കുമത്രേ. മറ്റൊരു സാധ്യത അഫൻഡേസിയ എന്ന അവസ്ഥയാണ്. ഇത്തരം ആളുകൾക്ക് മുഖം, സ്ഥലം, ദൃശ്യം എന്നിവയൊന്നും വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ട് സ്വപ്നങ്ങളും കുറയാം. ഇതൊരു രോഗമൊന്നും അല്ല കേട്ടോ, മസ്തിഷ്കത്തിന്റെ പ്രവർത്തന രീതിയാണ്. ഇനിയിപ്പോൾ എങ്ങനെ സ്വപ്നം കാണാൻ പറ്റും? അതല്ലെങ്കിൽ ശാസ്ത്രീയമായി പറഞ്ഞാൽ ഈ സ്വപ്നമൊക്കെ എങ്ങനെ ഓർമ്മിച്ചെടുക്കാൻ പറ്റും? അതിനു വേണ്ടത് സ്ഥിരമായ ഉറക്ക സമയമാണ്. ഉറങ്ങുന്നതിന് 30 മിനിറ്റ് മുമ്പെങ്കിലും സ്ക്രീൻ ടൈം ഒഴിവാക്കണം. അതുപോലെ ഉറങ്ങുന്നതിന് മുമ്പ് കഥകൾ വായിക്കാം, ഏതെങ്കിലും തരത്തിലുള്ള എഴുത്തുകളൊക്കെ പതിവാക്കാം. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റാപ്പിഡ് ഐ മൂവ്മെന്റ്, ഡീപ്പ് സ്ലീപ്പ് കിട്ടാൻ ആവശ്യമായിട്ടുള്ള പ്രാക്ടീസുകളെല്ലാം തന്നെ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇങ്ങനെയൊന്നും ചെയ്യാതെ സ്ഥിരമായിട്ട് സ്വപ്നം കാണുന്ന ആളുകൾ ഉണ്ടാവാട്ടോ. അവർക്ക് വേണമെങ്കിൽ ശാസ്ത്രത്തെയൊക്കെ ഒന്ന് വിമർശിക്കാം. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ സ്വപ്നത്തിന്റെ സ്റ്റേറ്റസ് എന്താണ്?